2016 UDF അധികാരമൊഴിയുമ്പോൾ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിച്ചിരുന്നവരുടെ എണ്ണം 34,43,414 അന്ന് 18 മാസം കുടിശ്ശികയുണ്ടായിരുന്നു. 600 രൂപയായിരുന്നു അന്നത്തെ പെൻഷൻ. സർ, സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളുടെ വിഹിതമെടുത്താൽ ഏതാണ്ട് 98% സംസ്ഥാന സർക്കാരാണ് വഹിക്കുന്നത്. രാജ്യത്തെ ഏറ്റവും സമഗ്രമായ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതി കേരളത്തിലാണ് നടപ്പിലാക്കുന്നത്. നാമമാത്രമായ കേന്ദ്രവിഹിതം പെൻഷൻ നൽകാൻ വേണ്ട തുകയുടെ വെറും 2% മാത്രം. ഇന്ന് രാജ്യത്തെ സംസ്ഥാനങ്ങളുടെ കൂട്ടത്തിൽ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് കാര്യത്തിൽ 1ാം സ്ഥാനത്താണ് കേരളം നിൽക്കുന്നത്. സർ, അതിനിടയാക്കിയത് എന്താണ്? അഭിമാനപൂർവ്വം ഞങ്ങൾക്ക് പറയാൻ കഴിയും, ഈ കഴിഞ്ഞ LDF സർക്കാരിൻ്റെ പ്രവർത്തനമാണ്. സർ, അതേപോലെ തന്നെ വിജ്ഞാനാധിഷ്ഠിത സംരംഭങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് വലിയ തോതിലാണ് ഉയർന്നു വരുന്നത്. സർ, നമ്മുടെ നാട് സ്റ്റാർട്ടപ്പുകളുടെ കാര്യത്തിൽ നടത്തുന്ന മുന്നേറ്റം ആർക്കും കണ്ടില്ലെന്ന് നടിക്കാനാവില്ല. രാജ്യത്തെല്ലാമുള്ള വിദഗ്ധരും നിഷ്പക്ഷമതികളുമെല്ലാം നമ്മെ ആ കാര്യത്തിൽ സംസ്ഥാനത്തെ അഭിനന്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. സർ, 2011-16 കാലഘട്ടം എടുത്താൽ കേരളത്തിൽ ആരംഭിച്ചിരുന്നത് 300 സ്റ്റാർട്ടപ്പുകളായിരുന്നു. 2016 ശേഷം ഇതുവരെ എടുത്താൽ 6100ഓളം സ്റ്റാർട്ടപ്പുകളാണ്. സർ, ഇതുവഴി 5800 കോടി രൂപയുടെ നിക്ഷേപമുണ്ടായിട്ടുണ്ട്. തൊഴിലവസരങ്ങൾ 60,000 സൃഷ്ടിക്കപ്പെട്ടിട്ടുമുണ്ട്. സർ, IT വ്യവസായ രംഗത്ത് കേരളം ഗണ്യമായ പുരോഗതി കൈവരിക്കുകയാണ്. സർ, എങ്കിലും ചില കാര്യങ്ങൾ 2016 UDF അധികാരമൊഴിയുമ്പോൾ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിച്ചിരുന്നവരുടെ എണ്ണം 34,43,414 അന്ന് 18 മാസം കുടിശ്ശികയുണ്ടായിരുന്നു. 600 രൂപയായിരുന്നു അന്നത്തെ പെൻഷൻ. സർ, അതിനിടയാക്കിയത് എന്താണ്? അഭിമാനപൂർവ്വം ഞങ്ങൾക്ക് പറയാൻ കഴിയും, ഈ കഴിഞ്ഞ LDF സർക്കാരിൻ്റെ പ്രവർത്തനമാണ്. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് കാര്യത്തിൽ 1ാം സ്ഥാനത്താണ് കേരളം നിൽക്കുന്നത്.